അണലിയെ മൂർഖൻ കടിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പ്രസ്താവന ലോകത്തെ തന്നെ അതിശയിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇസ്രായേൽ അമേരിക്കൻ സൈനികരുടെ രഹസ്യം ചോർത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ റിപ്പോർട്ട്. സൈനികരുടേത് മാത്രമല്ല, ഉന്നതരുടെ രഹസ്യങ്ങളും ചോർത്തുന്നു. ആ ചോർത്തതുമായിട്ട് ബന്ധപ്പെട്ട് ചില സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് യാഥാർത്ഥ്യമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. ഡിസ്റ്റൻസ് ഇൻ്റലിജൻസ് ഏജൻസി എന്ന് പറയുന്ന ഒരു പ്രത്യേക വിങ് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് CIA തന്നെയാണ് ഈ രഹസ്യങ്ങളൊക്കെ പുറത്ത് വിട്ടത്. 7 പേജുള്ള റിപ്പോർട്ടിൽ അതിശയിപ്പിക്കുന്ന കുറേ കാര്യങ്ങളും ഇസ്രായേലിനെ വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരണങ്ങളുമാണ് പ്രത്യേകമായ രീതിയിൽ പുറത്തു വന്നത്. അമേരിക്കയുടെ സൈന്യത്തെ ലക്ഷ്യമിട്ട് മൊസാദ് സംഘമാണ് ഈ രഹസ്യ ചോർത്തലുമായിട്ട് ബന്ധപ്പെട്ട് സജീവമായി തന്നെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരുപാട് മാസങ്ങൾക്ക് മുമ്പേ ഈ പ്രവൃത്തി, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ ഒരുപക്ഷെ ഈ പ്രവൃത്തി നടന്നിട്ടുണ്ടാവാം എന്ന് അനുമാനിക്കുന്നു. NBC, ന്യൂയോർക്ക് ടൈംസും അടക്കമുള്ള റിപ്പോർട്ട് ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെയാണ് പ്രസ്താവനയായിട്ട് വന്നത്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഫോൺ ചോർത്തൽ എന്ന് പറഞ്ഞാൽ അത് കൃത്രിമമല്ല, യാഥാർത്ഥ്യമാണ്. ആ പ്രവൃത്തി ചെയ്തത് മൊസാദിൻ്റെ ഏജൻറ്റുമാരാണ്. അതിൻ്റെ വലിയൊരു വിങ് ഇസ്രായേൽ സൈന്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അമേരിക്കൻ സൈനികർ ഇസ്രായേൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേരത്ത് അവരുടെ മൊബൈൽ ഫോണുകൾ ഇസ്രായേൽ സൈന്യം കൈക്കലാക്കുന്നു. എന്നിട്ട് അതിൽ ആശയവിനിമയങ്ങൾ ചേർത്താൻ ശേഷിയുള്ള സോഫ്റ്റ്വെയർ രഹസ്യമായി ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രവൃത്തി അവർ നടത്തുകയും ചെയ്തു. പിന്നീട് ഇത് കണ്ടെത്തി എന്നുള്ളതാണ് കാര്യം. എന്ന് പറയുന്ന സമയത്ത്, മൊബൈൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതുവരെ ഇല്ലാത്ത തരത്തിൽ ഒരു സോഫ്റ്റ്വെയർ അതിൽ കണ്ടു എന്നോ കാണാൻ സാധിച്ചു എന്നോ അവർക്ക് മനസ്സിലാകുന്നു. അതേക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഇസ്രായേലിൻ്റെ സൈന്യം ഇതിൽ ഇൻസ്റ്റാൾ ചെയ്താണ് രഹസ്യമായ രീതിയിൽ. എന്നിട്ട് അതിലുള്ള വിവരങ്ങൾ അപ്പാടെ തന്നെ ചോർത്തുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ, നേരിട്ട് കൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ സൈനികർക്കാണ് നിർദ്ദേശങ്ങൾ നൽകുന്ന സമയത്ത് അത് അങ്ങനെ തന്നെ ഒലിച്ചു ചാടിയിട്ട് ഇസ്രായേലിൻ്റെ അടുത്തെത്തുന്നു. അതിന് ഓരോരോ ഘട്ടങ്ങളിലും ബദൽ സംവിധാനം ഉണ്ടാക്കുന്നു. അതിൻ്റെ കാര്യം ഇവിടെ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം ഇസ്രായേലിൻ്റെ രഹസ്യം ചോർത്താൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇറാനെ ഈ ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം കഠിനമാക്കാനോ ലെബനാൻ ആക്രമിച്ചാൽ മാത്രമേ ഫലമുണ്ടാകൂ എന്ന് ഇസ്രായേൽ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലെബനാനിലേക്കുള്ള യുദ്ധം അവർ കഠിനമാക്കുകയും ഈ 24 മണിക്കൂറും നിരീക്ഷണം നടത്തിക്കൊണ്ട് ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. അത് ആ വിവരമാണ് ഇതിൻ്റെ കാര്യമായിട്ട് പറയുന്നത്. ഇസ്രായേലിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരെ നിരീക്ഷിച്ചുകൊണ്ട് അമേരിക്കയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ നിരീക്ഷിച്ചുകൊണ്ട് അമേരിക്കയുടെ പുതിയ ഇറാൻ നയങ്ങളെക്കുറിച്ചും സമാധാന ചർച്ചകളെക്കുറിച്ചുമുള്ള രഹസ്യങ്ങൾ അപ്പാടെ തന്നെ ചോർത്തപ്പെട്ടിട്ടുണ്ട്. ഇതിൽ സ്റ്റീവ് വിറ്റ്കോഫ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഉന്നതൻ്റെത് ചോർന്നു പോയതിൻ്റെ ലിസ്റ്റാണ് പറയുന്നത്. പിന്നീട് മിഡിൽ ഈസ്റ്റിൻ്റെ മേധാവിയായിരിക്കുന്ന ബ്രിഡ്ജ് കേൾബി, മൈക്കിൾ ഡിമാനോ എന്നിവരുടെ രഹസ്യങ്ങളും ചോർന്നു. ഇതെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ ഇസ്രായേലിൻ്റെ കൈവശത്തിൽ എത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റിൻ്റെ ഉദ്യോഗസ്ഥർ പെൻഡഗൺ ആസ്ഥാനത്ത് നേരിട്ടെത്തി രഹസ്യ നിരീക്ഷണ ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഇതിനു മുൻപ് തന്നെ പിടിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകപരമായിരിക്കുന്ന ഒരു പരിശോധനാ കാര്യങ്ങളും കാര്യമായിട്ടുണ്ടാവില്ല. ഒരു രാജ്യമായിട്ടാണ് അവർ നിലനിൽക്കുന്നത് എന്നതിനാൽ. അപ്പോൾ ഇവരൊപ്പിക്കുന്ന പടി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? പെൻറ്റഗണിലെ ഉദ്യോഗസ്ഥന്മാരുടെ രഹസ്യം ചോർത്താൻ വേണ്ടിയിട്ട് പുതിയ രീതിയിലുള്ള സംവിധാന കാര്യങ്ങൾ അവർ സോഫ്റ്റ്വെയറൊക്കെ അപ്ലോഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലോ അല്ലാതെയോ അവർ ശ്രമിക്കുന്നത്. ഏതൊക്കെ മാർഗങ്ങളാണ് ശ്രമിച്ചത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല. ഗസ, മധ്യപൂർവേഷ്യ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയും ഇസ്രായേലും അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. ഇതിൽ അമേരിക്കയുടെ നിലപാട് കൃത്യമായി അറിയാൻ വേണ്ടി ഇത് പല ഘട്ടങ്ങളിലും ഇസ്രായേലിന് ഉപകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അഥവാ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ചില രീതിയിലുള്ള ഇളവുകൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട സംഘർഷാവസ്ഥ കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലനിൽക്കുന്നത് ലളിതവൽക്കരിച്ചുകൊണ്ട് പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം
നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് കണ്ടെത്തുന്നു. ഇപ്പോൾ 2-3 കാര്യങ്ങൾ ഇതിലിപ്പോൾ ഒരുപാട് ഈ സംശയങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. കാര്യം ഇറാൻ ആക്രമിക്കപ്പെടാത്ത പല മേഖലകളെക്കുറിച്ചും ഇറാനെതിരെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇറാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിലെ അവരുടെ പെട്രോ കെമിക്കലിന് നേരെ അതിൻ്റെ സംവിധാനം നിർമ്മാണം പ്രൊഡക്റ്റൊക്കെ നടക്കുന്നതിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയത് തങ്ങളല്ല എന്ന് പറഞ്ഞു. അത് അരാംകോ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള കാര്യമായിരുന്നു പറഞ്ഞത്. 2 മിസൈൽ ഒരേ സമയത്ത് വീണു. ഒന്ന് പ്രതിരോധിക്കാൻ സാധിച്ചു, ഒന്ന് ചില മേഖലയിൽ വീണുകയും വലിയ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. കുവൈത്തിൻ്റെ അകത്തും ഇതിന് UAE-യിലും കുവൈത്തിലും ഇതിന് സമാനമായിരിക്കുന്ന 2 സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പലതും തങ്ങളല്ല ചെയ്തത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതേക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അതാത് രാജ്യം പുതിയ സംവിധാന കാര്യങ്ങളെയൊക്കെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഈ അറേബ്യൻ രാജ്യങ്ങളെ പ്രകോപിപ്പിച്ചു കൊണ്ടേയിരിക്കുക. എന്തിന്? ഇറാനെതിരെ ഒന്നിച്ചു നിൽക്കണം അമേരിക്കയുമായിട്ട് എന്നുള്ള പ്രവൃത്തി. അത് ഉള്ളിൽ കൂടെ ആ പ്രവൃത്തി ചെയ്യുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അരാംകോ ആയിട്ട് ബന്ധപ്പെട്ട മേഖലയിലേക്ക് മിസൈൽ പായിച്ചത് ഇസ്രായേൽ തന്നെയാണ് എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഈ രഹസ്യ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നിരീക്ഷിക്കുന്ന സമയത്ത് മനസ്സിലാകുന്നത്. അപ്പോൾ പല ഘട്ടങ്ങളിലും ഈ മധ്യസ്ഥതയോട് അടുക്കുന്ന സമയത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ 2025 ഇറാന് നേരെ ആക്രമണം നടത്തി എന്ന് പറയുന്നത് അവസാനത്തെ വെടിനിർത്തൽ ചർച്ച നടത്തുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ്. ഏറെക്കുറെ ഏകോപനത്തോട് എത്തിയിട്ടുണ്ട്, അല്ലെ എത്താൻ പോകുകയാണ് എന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ ആക്രമണം നടത്തി. എന്നാൽ ആക്രമണത്തിൻ്റെ ആദ്യഘട്ടത്തിലൊന്നും അമേരിക്ക ഇതിന് പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. പിന്നീട് ഇതിന് ഇസ്രായേൽ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ വിഷയമായി തീരും എന്ന് പറഞ്ഞിടത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ പിന്നീട് അമേരിക്ക ഏറ്റെടുക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നീട് ഉണ്ടാകുന്നത്. അവസാനം പ്രഖ്യാപിച്ചത് യുദ്ധത്തിൻ്റെ അവസാനമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പ്രഖ്യാപനം നടത്തിയതും അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. നമുക്കറിയാവുന്നതാണ്. 2026 യുദ്ധം തുടങ്ങിയ സമയത്ത് യഥാർത്ഥത്തിൽ ആക്രമിച്ചത് ഇസ്രായേലാണ്. അമേരിക്ക അതിൻ്റെ പിന്നാമ്പുറം ഉണ്ടോ ഇല്ലേ എന്നല്ല, അതിനോടനുബന്ധിച്ച് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന കാര്യം തങ്ങൾ മാത്രമല്ല, അത് ആയത്തുള്ള അലി ഖംനയെ കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു സാഹചര്യത്തിലേക്കും അവസ്ഥയിലേക്കും ആ മേഖല മാറിയതോടുകൂടി അത് ഇസ്രായേലിന് നേരെ തന്നെ തിരിച്ചടി ഉണ്ടാകുമോ എന്ന് ഭയപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് അമേരിക്കയും ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് അമേരിക്കക്ക് ഗത്യന്തരമില്ലാതെ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. അഥവാ സംയുക്തമായ രീതിയിലാണ് ചെയ്തത് എന്ന് ഏറ്റവും ഒടുവിൽ അവർ സമ്മതിക്കേണ്ടി വന്നു. അതാണ് അതിൻ്റെ റൂട്ട് പോകുന്നത്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ സന്ദർശിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ യുദ്ധത്തോടനുബന്ധിച്ച് ഏതോ ഒരു പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മുൻപ് ജോ ബൈഡൻ സന്ദർശിച്ച സമയത്തുമെല്ലാം പല രഹസ്യങ്ങളും ചോർന്നു പോയിട്ടുണ്ട് എന്ന് അനുമാനിക്കുന്നു. സൈനികർക്കിടയിലും സൈനിക മേധാവികൾക്കിടയിലും മറ്റ് സർക്കാർ തലത്തിൽ പ്രവർത്തിക്കുന്ന മേധാവികൾക്കിടയിലുമുള്ള രഹസ്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും ചോർന്നു പോകുന്നു എന്നൊരു സമയം. മുമ്പൊക്കെ ഒരു മൊബൈൽ സിമ്മിൽ നിന്ന് രഹസ്യം ചോർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംവിധാനങ്ങളൊക്കെ ഈ ഇസ്രായേൽ ഉണ്ടാക്കിയിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് യു പി എ സർക്കാരിൻ്റെ ഇന്ത്യയിൽ UPA സർക്കാരിൻ്റെ 2ാമത്തെ കാലവർഷത്തിൻ്റെ അവസാനം ഇത്തരം ഒരു കാര്യങ്ങൾ ഈ രാഹുൽ ഗാന്ധിയുടെ മൊബൈലിൻ്റെ രഹസ്യം പോലും ചോർന്നു പോയിട്ടുണ്ട് എന്നുള്ളത്. അതിൻ്റെ സംവിധാന കാര്യങ്ങൾ, അത് സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട സംവിധാന കാര്യങ്ങൾ ഇസ്രായേലിന് നിർമ്മിതമാണ്, അത് ഇന്ത്യയിൽ എത്തി എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പല കോൺഗ്രസിൻ്റെ ഉന്നതരെയും മൊബൈലിൽ നിന്നുള്ള രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി അങ്ങനെ സാധിച്ചു എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് BJP അധികാരത്തിലേറിയതെന്നൊക്കെ അന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ രൂപകാര്യങ്ങളൊന്നും പിന്നീട് ഉണ്ടായിട്ടില്ല. പിന്നെ കുറേ വിവാദ കാര്യങ്ങളായി. പിന്നെ കുറച്ച് കാലത്തൊന്നും കോൺഗ്രസ് നേതാക്കന്മാർ മൊബൈൽ തന്നെ ഉപയോഗിക്കാറില്ലായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ആ റൂട്ടിലൂടെ അത് പോകുന്നുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ ഇസ്രായേലിനെ വിശ്വാസത്തിൽ എടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് അമേരിക്കയുടെ സൈനിക മേധാവികൾ പറയണമെങ്കിൽ അതിന് അവരുപയോഗിച്ചിരിക്കുന്ന തന്ത്രങ്ങൾ അത്രക്ക് ഭയാനകരമായിരിക്കണം എന്ന കാര്യം സംശയമില്ല. അതായത് കൂടെ ഉള്ളവരെ തന്നെ ഒറ്റുകൊടുക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ ഏതൊക്കെ രഹസ്യങ്ങൾ എങ്ങനെയൊക്കെ ചോർന്നു പോയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല. ഈ ബാണലിയെ മുറുക്കം പിടിച്ചു എന്നൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഈ നാടൻ ഭാഷയിലൊക്കെ പറയുന്നതിന് സമാനമായിരിക്കുന്ന സ്ഥിതിയാണ്. രണ്ടും സൈനിക ശക്തിയാണ്.
ബലമുള്ള ശക്തിയാണ്, സാമ്പത്തികപരമായ മുന്നേറ്റമുള്ള ശക്തിയാണ്, ലോകത്തെ മുഴുവനും ഭയപ്പെടുത്തി നിർത്താൻ ഉള്ള ശക്തിയാണ്. അവർ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടുന്ന സമയത്ത് വല്ലാത്ത രീതിയിലുള്ള പ്രകമ്പനം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അമേരിക്ക യഥാർത്ഥത്തിൽ ഇസ്രായേലുമായിട്ട് ഒടക്കി നിൽക്കുകയാണ് ഈ ഘട്ടത്തിലൊക്കെ. 2026 ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാം. അവസാനവട്ട ചർച്ച വിയന്നയിൽ വെച്ച് നടത്താൻ വേണ്ടിയിട്ട് ഒമാനും അമേരിക്കയും ഇറാനും തീരുമാനിച്ചതിന് 2 ദിവസം മുമ്പാണ് വീണ്ടും ആക്രമണം ഉണ്ടാകുന്നത്. ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്ക ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പോലും അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ ഉണ്ടാകുന്നത് യുദ്ധം നിലനിർത്തുക എന്നുള്ളത്, മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് എല്ലാ പ്രവർത്തന കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് ഇപ്പോൾ ഈ ഞെട്ടിക്കുന്നതാണ്. അമേരിക്കയുടെ സൈനികരുടെയും സൈനിക മേധാവികളുടെയും അമേരിക്കൻ സർക്കാരിലെ പ്രധാനികളുടെയും രഹസ്യം ചോർത്താൻ വേണ്ടി ഇസ്രായേൽ ശ്രമിക്കുകയും ഒരു തരത്തിലുള്ള രഹസ്യങ്ങൾ, ഒരുപാട് മേഖലയുള്ള രഹസ്യങ്ങൾ അങ്ങനെ ചോർന്ന് ഇസ്രായേലിൻ്റെ കൈവശത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പല റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.